ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷ ഹരിദാസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തേതുപോലെ തന്നെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്താ പറയുക, ഇത് ചിക്കൻ്റെ പാഡ്സ് കറിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വൈകിട്ട് വന്നപ്പോഴേക്കും കൊണ്ടുവന്നതാണ് പൊറോട്ടയും. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കില്ല ഭയങ്കര കയ്പ്പ്, വല്ലാത്ത ടേസ്റ്റായിരുന്നു, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് പിറ്റേന്ന് കൊണ്ടുപോയി കളയേണ്ടി വന്നു കേട്ടോ. കണ്ണനി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടമാണ് ചിക്കൻ, പക്ഷേ ഇത് കഴിച്ചില്ല. അങ്ങനെ ഞാൻ ഇതും ചോറ് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിച്ച് നോക്കിയപ്പോഴേക്കും വല്ലാത്ത കയ്പ്പ്, അങ്ങനെ പിന്നെ കഴിച്ചില്ല. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ നല്ല കുറേ ഇട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ആ ഒരു ഇതൊന്നും ആ കറിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർട്സിൻ്റെ കറിയാണ്, ചിക്കൻ പാർട്സ്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്താ വിശേഷം? പിന്നെ അപ്പോൾ എന്നത്തേതുപോലെ തന്നെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. കുറച്ച് വ്യത്യാസം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ലൈഫിൽ നടന്ന ഒരു വലിയൊരു മൊമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ജോലിക്ക് പോയ എൻ്റെ ഒരു ചെറിയൊരു ഭാഗമൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒരു മാറ്റം കിട്ടിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ദോശ ഉണ്ടാക്കിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ദോശ ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ വീഡിയോ എടുക്കാമെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കില്ലേ ആ ദോശ എനിക്കിട്ടൊരു പണി തരും, കണ്ടില്ലേ? അല്ലെങ്കിൽ നല്ല അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും നല്ല, ഇതൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റായിട്ട് വന്നൊരു ദോശയായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ബോ ഷേപ്പിലുള്ള ഒരു ബീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മളുടെ ഹെയർ ആക്സസറി ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ തന്നെ സെയിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിയും കൂടി ഉണ്ട്. പിന്നെ എന്താ വിശേഷം എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, നല്ല ചൂടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതായത് 24-നാണല്ലോ നമ്മൾ ജോലിക്ക് ജോയിൻ ആവുന്നത്. അപ്പോൾ 23-ന് പോയിട്ട് ഈ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ കണ്ണൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കണ്ണനാണെങ്കിൽ നല്ല വർത്തമാനം അതിശയിച്ചിട്ടൊക്കെ നോക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് ഒരുപാട് നാളുകളായി, ഒന്നാമത് സമയം കിട്ടണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പാർലറിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ എനിവേ ഇതൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കലാപരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അമ്മനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, അമ്മനെ വെള്ളമാക്കാൻ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വല്ലാതെ കോമഡി ആയിരുന്നു കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ പിറ്റേന്നത് ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ്, കാരണം എനിക്ക് 2 ബസ് പിടിക്കാനുണ്ട്. അപ്പോൾ ഒരു 7-8 മണിക്കൊക്കെ എണീറ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റെന്ന് വേണം പറയാം. ഒപ്പം എനിക്ക് നല്ല ചിരി നല്ല കളിയാക്കിയിരുന്നു. അപ്പോൾ അതിനിടയിൽ കണ്ണൻ പറഞ്ഞ് എനിക്ക് തണുക്കണം, ഡ്രസ്സ് ഇട്ട് തരണം. അങ്ങനെ അവന് ഷർട്ട് ഇട്ട് കൊടുത്തപ്പോഴേക്കും പിന്നെ അവൻ്റെ സ്വഭാവം മാറി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് എന്നെ വിടണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പാടുപെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാനായിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇറങ്ങിയാണ്. അപ്പോഴേക്കും നബു അങ്ങനെ കരയണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ണൻ്റെ കരച്ചിൽ കേട്ടപ്പോഴേക്കും നബു വല്ലാത്ത കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കണക്കിനാണ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് വന്നത്. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ബസ്സിൻ്റെ ടൈമൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത്. നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾ 2 അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ അവിടെ നമ്മൾ വന്ന സമയത്ത് അവിടെ ഇങ്ങനെ പൂജയാവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ ഈ ഒരു അമ്പലത്തിൽ വന്ന്, ഇതൊക്കെ കാസർഗോഡിലുള്ള അമ്പലങ്ങളാണ്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ആയിട്ടാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നല്ല പൂരിയും ചായയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോഴേക്കും കറക്റ്റ് ടൈമിനാണ്. പിന്നെ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ട്, കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത ആൾക്കാരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ,
അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അനുഭവം. വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകില്ലേ, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്. പിന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകാതെ കുറേ ആയി എത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്പലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഈ രാവിലെ എണീറ്റ് അങ്ങനത്തെ ഒന്നും, അതൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ രാവിലെ എണീറ്റ് വന്ന് ഒരു അമ്പലത്തിലേക്കൊക്കെ പോയപ്പോൾ വേറെ തന്നെ ഒരു വൈബായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബസ്സിലേക്ക് ഇരിക്കുകയാണ്. അവിടേക്കുള്ള ബസ്സാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞിട്ടാ നമ്മൾ രാവിലെ പോയിട്ട് ഒരു 4 മണിക്കാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണിത്. അപ്പോൾ അവിടേക്ക് എത്തി. നമ്മൾ എന്താ പറയുക, ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നു, സ്മാർട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വരുന്നത്. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടാ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും നല്ല ട്രാഫിക്കായിരുന്നു. തിരിച്ച് വരാനൊക്കെ എനിക്കിപ്പോൾ ആളുണ്ട്, കാരണം കൂട്ടുകാരികൾ കുറച്ച് കിട്ടി. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പോൾ അവരായിട്ട് ഒന്നിച്ച് വരാനൊക്കെ നമുക്കൊരു പേടിക്കാതെ വരാം മീൻസ് ഒരു നമ്മളുടെ കൂടെ ആ ഒരു സമയത്ത് കൂടെ വരാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വരാനായിട്ട്. അപ്പോൾ എനിവേ എന്താ പറയുക, അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്കും കുട്ടികൾക്ക് വലിയ സന്തോഷമായിട്ട് 6 മണിയായി ഞാൻ ആക്ച്വലി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു ഇതായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കോളേജിൽ ബസ്സിലിരുന്ന് പോയ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീലായത്. ആ ഒരു ഫീലിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോയി. ഒരു ജോലിക്ക് പ്രവേശിക്കുന്നതിനേക്കാളുപരി അങ്ങനത്തെ ഒരു മെമ്മോറി എനിക്ക് വീണ്ടും തിരിച്ച് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. വീണ്ടും പഴയ കൂട്ടുകാരികളായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു മൊമെൻറ്റ്, കോളേജിലൂടെ ഇങ്ങനെ നടക്കുന്ന അങ്ങനത്തെ നമ്മൾ സെമിനാറിന് വേണ്ടി വേറെ ഹാളിലേക്ക് പോകില്ല, അങ്ങനത്തെയൊക്കെ ഒരു വൈബ് എനിക്ക് ഫീലായത്. ഓക്കെ, എനിവേ നല്ലൊരു മൊമെൻ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ വ്യക്തമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല, കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിനെ ഒളിച്ചിരുന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വോയിസൊക്കെ ഭയങ്കരമായിട്ട് വോയിസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ബഹളം ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സൈലൻ്റായിട്ടിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് സൈലൻ്റായിട്ടിന്ന് വോയിസ് ഓവറൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ ഒരു ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട്